നമസ്കാരം. ഇന്തോനേഷ്യയിലെ ബെന്ദ അച്ചെ പ്രവിശ്യയിൽ ശരിയത്ത് നിയമപ്രകാരം പരസ്യമായി ചാട്ടവാറടിയേറ്റ യുവതി ബോധം കെട്ട് വീണു. വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കുറ്റത്തിനാണ് യുവതിക്കും കാമുകനും 100 വീതം ചാട്ടവാറടി ശിക്ഷയായി ലഭിച്ചത്. സുമാത്ര ദ്വീപിന്റെ വടക്കേയറ്റത്തുള്ള ബെന്ദ അച്ചയിൽ ഇന്ന് ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ചായിരുന്നു ശിക്ഷ നടപ്പിലാക്കിയത്. ക്രൂരമായ ചാട്ടവാറടിയേറ്റതിനെ തുടർന്ന് ബോധരഹിതയായ പേര് വെളിപ്പെടുത്താത്ത ഈ യുവതിയെ പിന്നീട് അധികൃതർ ചുമന്നാണ് അവിടെ നിന്ന് മാറ്റിയത്. ഇവരുടെ കാമുകനും സമാനമായ രീതിയിൽ 100 ചാട്ടവാറടി ശിക്ഷ ലഭിച്ചു. തല മുതൽ കാൽ വരെ തവിട്ട് നിറത്തിലുള്ള വസ്ത്രവും വെളുത്ത മുഖംമൂടിയും ധരിച്ച ഒരാളാണ് ചാട്ടവാറടി ശിക്ഷയായി നൽകിയത്. ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ വേദന കൊണ്ട് മുഖം ചുളിക്കുന്ന യുവതിയെയും അവരുടെ കാമുകനെയും കാണാമായിരുന്നു. ഇതുകൂടാതെ മറ്റ് 2 സ്ത്രീകൾക്കെതിരെയും ശിക്ഷ നടപ്പാക്കിയതായും ചില റിപ്പോർട്ടുകളുണ്ട്. പിടിക്കപ്പെട്ട സ്ത്രീകൾ ലൈംഗിക തൊഴിലാളികളും പുരുഷന്മാർ അവരുടെ ഇടപാടുകാരാണെന്നുമായിരുന്നു പോലീസ് മേധാവിയായ മുഹമ്മദ് റിസാൽ AFPയോട് വെളിപ്പെടുത്തിയത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇന്തോനേഷ്യയിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കുന്ന ഏക പ്രദേശമാണ് ബെന്ദ അച്ചെ. വിവാഹിതരാകാത്ത വ്യക്തികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇവിടെ ശിക്ഷാർഹമാണ്. ചൂതാട്ടം, മദ്യപാനം, സ്വവർഗരതി, വിവാഹേതര ലൈംഗിക ബന്ധം എന്നിവയുൾപ്പെടെയുള്ള ഒട്ടനവധി കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷയായി ഇവിടെ ചാട്ടവാർ അടിയാണ് നൽകാറുള്ളത്. ബെന്ദ അച്ചയിലെ ശരിയത്ത് നിയമപ്രകാരം ഏറ്റവും കഠിനമായ ശിക്ഷ നൽകുന്നത് കുട്ടികളെ പീഡിപ്പിക്കുന്ന കുറ്റവാളികൾക്കാണ്. ഈ കുറ്റകൃത്യത്തിന് 200 ചാട്ടയടി വരെയോ 200 മാസം വരെയുള്ള തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 2 കിലോഗ്രാം സ്വർണത്തിൻ്റെ മൂല്യത്തിന് തുല്യമായ പിഴയോ ശിക്ഷയായി ലഭിക്കാം. ഈ പ്രദേശത്തെ ഏറ്റവും കഠിനമായ ശിക്ഷകളിലൊന്നായി മദ്യപിച്ചതിനും വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനും ഈ വർഷം ജനുവരിയിൽ മറ്റൊരു സ്ത്രീക്കും അവരുടെ കാമുകനും 140 വീതം ചാട്ടവാറടി നൽകിയിരുന്നു. നിരവധി ആളുകൾ നോക്കി നിൽക്കെ ഒരു പൊതു പാർക്കിൽ വെച്ചായിരുന്നു ഇരുവരുടെയും പുറത്ത് വടികൊണ്ടടിച്ചത്. ആ സംഭവത്തിലും യുവതി ബോധരഹിതയാവുകയും സമാനമായ രീതിയിൽ അവരെ ഒരു ആംബുലൻസിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. വിവാഹേതര ലൈംഗിക ബന്ധത്തിന് 100 ചാട്ടയടിയും മദ്യപിച്ചതിന് 40 ചാട്ടയടിയുമാണ് അന്ന് അവർക്ക് ശിക്ഷയായി നൽകിയത്. വാഗ്ദാനം ചെയ്തതുപോലെ ഞങ്ങൾ ആർക്കും ഇളവുകൾ നൽകില്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വന്തം അംഗങ്ങൾക്ക്. ഇത് തീർച്ചയായും ഞങ്ങളുടെ പേരിന് കളങ്കമുണ്ടാക്കുന്നതാണെന്നായിരുന്നു ബെന്ദ അച്ചയിലെ ശരിയത്ത് പോലീസ് മേധാവിയായ മുഹമ്മദ് റിസാൽ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ വർഷം ശരിയത്ത് കോടതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് 2 പുരുഷന്മാർക്ക് 76 ചാട്ടവാറടി ശിക്ഷയായി നൽകിയിരുന്നു. സെപ്റ്റംബറിൽ വ്യഭിചാര കുറ്റത്തിന് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു സ്ത്രീയെ പരസ്യമായി ചൂരൽ കൊണ്ടടിച്ചിരുന്നു. അൽഗോജോ എന്നറിയപ്പെടുന്ന ശരിയ പോലീസ് അംഗമായ മുഖംമൂടി ധരിച്ച ഒരാളാണ് അവരെ ക്രൂരമായി അടിച്ചത്. ഈ സമൂഹത്തിൻ്റെ ഫോട്ടോകൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. വൻ പോലീസ് കാവലിലാണ് പരസ്യമായി പലപ്പോഴും ഇത്തരം ശിക്ഷകൾ നടപ്പിലാക്കുന്നത്. ഇന്തോനേഷ്യൻ ഗവൺമെൻറ് 2001 നൽകിയ പ്രത്യേക സ്വയംഭരണാവകാശത്തെ തുടർന്ന് ഇന്തോനേഷ്യയിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കാൻ അനുമതിയുള്ള ഒരേയൊരു പ്രവിശ്യയാണ് സുമാത്രയുടെ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ബെന്ദ അച്ചെ. ഈ പ്രവിശ്യയിലെ വിഘടനവാദികളും ഇന്തോനേഷ്യൻ ഗവൺമെൻറ്റും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 2001 അച്ചയ്ക്ക് പ്രത്യേക സ്വയംഭരണാവകാശം നൽകുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ശരിയത്ത് നിയമം നടപ്പിലാക്കാൻ അനുവാദം ലഭിച്ചത്. ആശയ പ്രവിശ്യയിൽ താമസിക്കുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും ഈ നിയമം നിർബന്ധമായും ബാധകമാണ്. എന്നാൽ മുസ്ലിം ഇതര മതസ്ഥർ ശരിയത്ത് നിയമം ലംഘിച്ചാൽ അവർക്ക് ഇന്തോനേഷ്യയിലെ പൊതു നിയമപ്രകാരമോ അല്ലെങ്കിൽ സ്വയം സന്നദ്ധരാവുകയാണെങ്കിൽ ശരിയത്ത് നിയമപ്രകാരമോ ശിക്ഷ നൽകും. പരസ്യമായ ചാട്ടവാറടി ഇപ്പോഴും സാധാരണമാണ് ഇവിടെ. മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സാധാരണയായി പൊതുസ്ഥലങ്ങളിൽ വെച്ചാണ് ഇത്തരം ശിക്ഷകൾ നടപ്പാക്കാറുള്ളത്. ഇത് കാണാൻ പലപ്പോഴും വലിയ ജനക്കൂട്ടവും തടിച്ചുകൂടാറുണ്ട്. മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര സമൂഹവും അച്ചയിലെ ചാട്ടയടി പോലെയുള്ള കടുത്ത ശിക്ഷാരീതികളെ ക്രൂരവും മനുഷ്യദ്രഹിതവുമാണെന്ന് വിമർശിക്കാറുണ്ട്. എന്നാൽ പ്രാദേശിക ഭരണകൂടവും വലിയൊരു വിഭാഗം ജനങ്ങളും കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഈ നിയമങ്ങൾ ആവശ്യമാണെന്ന നിലപാടിലാണ്.